fellows, welcome to my YouTube channel. So guys, നിങ്ങളിത് കണ്ടില്ലേ? സോ ഇത് ഇന്നലെ ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടൊരു പോസ്റ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വിചാരിച്ചത് കേരളത്തിൽ എവിടെയോ നടക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ന്യൂസ് ഉണ്ടായി എന്നൊരു വിചാരിച്ചു. പിന്നീട് ഒന്ന് എൻക്വയറി ചെയ്തപ്പോഴാണ് നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു ഇഷ്യൂ ആണെന്ന് കണ്ടത്. സോ നോർത്ത് ഇന്ത്യയിൽ ലൈക്ക് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബോണസ് എന്ന് തോന്നുന്നു. സിംഗിളായിട്ട് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. ഇങ്ങനൊരു ന്യൂസ് ഇന്ത്യയിൽ ലൈക്ക് കേരളത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാമത് തന്നെ അവിഹിതത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ പൊസസീവ്നെസിന്റെ പേരിൽ, റിലേഷൻഷിപ്പിലെ മർഡർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് ഇങ്ങനെ ഒരു ന്യൂസ് ലൈക്ക് ഇങ്ങനൊരു കോർട്ട് ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസിന് കേരളത്തിലുണ്ടാവും. ഇതിനെ ബേസ് ചെയ്ത് കുറെ ആളുകൾ ഇപ്പൊ കേരളത്തിലാണ് ഇങ്ങനെ നടന്നിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നമ്മുടെ മീഡിയയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത് നോർത്ത് ഇന്ത്യയിലാണോ അതോ കേരളത്തിലാണോ എന്ന് അറിയാതെ സോ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പലരും നടക്കുന്നുണ്ട്. പക്ഷെ കുറെ പേര് ഇതിന് എതിർത്തുകൊണ്ടും വരുന്നുണ്ട്. അതിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാം കഴിഞ്ഞ് മാരേജ് ആ ഒരു കാറ്റഗറി പോയി അതുപോലെ ഉള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിന് എതിർത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നോക്കിയത്. സോ ഒന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഈ സിംഗിൾ ബോയ്സ് ഉണ്ട്. സോ അവർക്കൊരു ബോണസ് ആയിട്ടാണ് ഗവൺമെന്റ് ഇത് പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ കേരളത്തിൽ ഭാഗ്യത്തിന് ഇതുവരെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. സോ ഇതിനെ എതിർത്തുകൊണ്ട് കുറെ കമന്റ്സും കാര്യങ്ങളുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ജഡ്ജിനെ കളിയാക്കിക്കൊണ്ട് തന്നെ ഒരുപാടുണ്ട്. സോ എത്ര പേരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ വന്നിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായത് എന്തായാലും സോ അവിടെയുള്ള ലൈക്ക് ഇതുപോലത്തെ കാറ്റഗറി ലൈക്ക് അവിടെ മോസ്റ്റ്ലി ഉള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് പല ഗവൺമെന്റിന്റെ കൺമുന്നിൽ തന്നെ പല നടക്കുന്നു. സോ അങ്ങനെ ഒരു സംഭവം അവിടെ വന്നോണ്ട് തന്നെ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇതുപോലെ ഒന്ന് വന്നാൽ അതൊരു വലിയ ഇഷ്യൂ തന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോ ഗവൺമെന്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ മർഡർ, റേപ്പ് അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അതിനിടെ സൂസൈഡ് അറ്റംപ്റ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ. സോ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ എത്ര പേര് വരും എന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. സപ്പോസ് നമ്മൾ നാളെ മാരേജ് ചെയ്ത് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ലേഡിയെ മാരേജ് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. സോ അതിന് പേരിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാനും തല്ലാനും കൊല്ലാനും നമ്മുടെ ലൈഫേ പോകുള്ളൂ. സോ ഇതേ സമയം നമ്മൾ മറ്റൊരു ലേഡിയുടെ പുറകെ പോയാൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. സോ കോർട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും അവസാനം നമുക്കത് എത്തിക്കും. സോ അവസാനം നമ്മൾ അവർ ചീറ്റ് ചെയ്തു, ബ്രേക്കപ്പ് ചെയ്തു, അല്ലെങ്കിൽ തേപ്പ് കൊടുത്തു, അയൺ ബോക്സ് കൊടുത്തു എന്നൊക്കെ പല രീതിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നോണ്ടിരിക്കും. സോ എനിക്കറിയില്ല ഇതിന് എത്ര പേര് ഇപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്ത് എനിക്കിതിൽ എന്റെ വീഡിയോ കമന്റ് ഇടും അതൊന്നും എനിക്കറിയില്ല. സോ മോസ്റ്റ്ലി എല്ലാവരും പറയുന്നുള്ള ക്ലൈമാക്സിൽ സോ ബെല്ലൈക്കൻ ടച്ച് ചെയ്യാൻ മറക്കല്ലേ, അവസാനം അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. സോ അങ്ങനെയുള്ള ഞാൻ അധികം വീഡിയോസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താറില്ല. അത് പബ്ലിക് ഇഷ്യൂ. സോ അങ്ങനെയുള്ള ജസ്റ്റ് ഫൈറ്റ് എന്ന് തോന്നി അതിന് വേണ്ടിയാണ് വീഡിയോ എടുത്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.